യെസ്, അതീവ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത്. മലയാള സിനിമാ ലോകത്തിന് മാത്രമല്ല കേരളക്കരയാകെ അതീവ ദുഃഖത്തിലാഴ്ത്തുന്ന വാർത്തയാണ്. നടൻ ശ്രീനിവാസൻ അന്തരിച്ചിരിക്കുന്നു. ഒരു നടൻ എന്ന നിലയിൽ, ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ, ഒരു സംവിധായകൻ എന്ന നിലയിൽ മലയാള സിനിമയ്ക്ക് അതുല്യമായ സംഭാവനകൾ നൽകിയ, മലയാള സിനിമ ചരിത്രമുള്ളിടത്തോളം കാലം ഓർക്കുന്ന രീതിയിൽ മലയാള സിനിമയെ ഒരു വേറിട്ട പാതയിലൂടെ നയിച്ച നടൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത്, അങ്ങനെ ഒട്ടനവധി വേഷങ്ങളിൽ അതുല്യ സംഭാവനകൾ നൽകിയ ഒരു മഹാനായ നടന്റെ വിയോഗ വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. മലയാള സിനിമയ്ക്ക് സമഗ്ര സംഭാവന നൽകിയ നടന്റെ വിയോഗ വാർത്ത തെല്ലൊരു നടുക്കത്തോടെയും ദുഃഖത്തോടും കൂടെ മാത്രമേ കേരളക്കരയാകെ കേൾക്കാനിടയുള്ളൂ. ഒരുപാട് സംഭാവനകൾ 1984 ഓടരുതമ്മാവ ആളറിയാമെന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തിരക്കഥാകൃത്തായി അരങ്ങേറുന്നത്. കാരണം അദ്ദേഹത്തിന്റെ തൂലികയിൽ പിറന്ന ചിത്രങ്ങൾ അതിപ്പോഴും ക്ലാസിക്കുകളാണ്. അദ്ദേഹം എഴുതിയ ഓരോ ഡയലോഗുകളും അത് കാലാതിവർത്തിയാണ്. ഇപ്പോഴും കേരളക്കരയാകെ പറഞ്ഞു ചിരിക്കുന്ന മികച്ച തമാശകൾ അത് അദ്ദേഹം നൽകിയ, മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകളാണ്. അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ, അദ്ദേഹം എഴുതിയ ഡയലോഗുകൾ അത് കാലാതിവർത്തിയായി നിലനിൽക്കുന്ന, എക്കാലവും പ്രസക്തമാണ്. സന്ദേശം പോലുള്ള സിനിമകളൊക്കെ ഏത് കാലത്തും ഓർക്കപ്പെടുന്നതാണ്. അങ്ങനെ ശ്രീനിവാസൻ എന്നത് അത് അദ്ദേഹം വെറും ഒരു നടൻ മാത്രമല്ല, ഒരു തിരക്കഥാകൃത്ത്, ഒരു സംവിധായകൻ, അങ്ങനെ മലയാള സിനിമയ്ക്ക് ആഴമേറിയ സംഭാവനകൾ നൽകിയ ഒരു നടന്റെ വിയോഗ വാർത്ത കൂടിയാണ് വരുന്നത്. ഏതാണ്ട് 4 പതിറ്റാണ്ടോളം മലയാള സിനിമയിലെ നിറസാന്നിധ്യമായി നിന്നു. എല്ലാ മികച്ച സംവിധായകരുടെയും നടന്മാരുടെയും ഒക്കെ കൂടെ തൻ്റെതായ അഭിനയ ശൈലി കൊണ്ട് തന്നെ അദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ച, അല്ലെങ്കിൽ ഒരു വേറിട്ട കഥാപാത്രങ്ങളിലൂടെ മലയാളിക്ക് അഭിനയത്തിൻ്റെ മറ്റ് ചില വശങ്ങൾ കൂടി നൽകിയ നടൻ കൂടിയായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗ വാർത്ത ഈ മണിക്കൂറിൽ അങ്ങേയറ്റം മലയാള സിനിമയെ മാത്രമല്ല കേരളക്കരയാകെ വലിയ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ അസുഖബാധിതനായത് കാരണം പലപ്പോഴായി അദ്ദേഹം മരിച്ചു എന്നുള്ള വ്യാജ വാർത്തകളും പോസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം മരിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ തരത്തിലുള്ള ഒരു ദുഃഖം മലയാളക്കരയാകെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. നമുക്കറിയാം, നർമ്മത്തിനൊരു പുതിയ ഭാവം നൽകിയ നടൻ കൂടിയാണ്. അത് നടൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ പോലും ആ നർമ്മം ഇങ്ങനെ നേളിച്ചു നിൽക്കുന്നത് കാണാം. സമകാലിക സംഭവ വികാസങ്ങളൊക്കെ കോർത്തിണക്കുമ്പോഴും അതിനെ എങ്ങനെ നർമ്മത്തോടുകൂടെ സമീപിക്കാമെന്ന് മറ്റാർക്കും ഇല്ലാത്ത സവിശേഷമായ രചനാ പാടവം കൂടിയുള്ള ശ്രീനിവാസൻ, അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ അതുല്യമാണ് എന്ന് തന്നെ പറയാം. അദ്ദേഹം 1956 ഏപ്രിൽ 4 തലശ്ശേരിക്കടുത്തുള്ള പാട്യത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം.